അറിയപ്പെട്ട ആ നിമിഷം മുതൽ തന്നെ ഓരോ പല ദിവസങ്ങളും ഈ പ്രോഗ്രാമിനെ പറ്റി വിളിച്ചന്വേഷിക്കുകയും അദ്ദേഹത്തിൻ്റെതായ എല്ലാവിധ നിർദ്ദേശങ്ങളും സഹകരണവും നൽകി എന്നെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത ഷാലു മാത്യുവിനെ ഞാൻ ഈ സമ്മേളനത്തിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്യും. ഈ സമ്മേളനത്തിന് ആശംസകൾ നേരുന്ന നിരവധി വ്യക്തികളുണ്ട്. ന്യൂയോർക്കിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന മലയാളം പത്രം നേതൃത്വം നൽകുന്ന എന്റെ അടുത്ത സുഹൃത്തുക്കളായ ജേക്കബ് റോയിലെയും ടാച്ച് മാത്യുവിന്റെയും കോട്ടയത്തുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ശ്രീ സെബാസ്റ്റ്യൻ ജോസഫ് ഈ വേദിയിലുണ്ട്. അതുപോലെ തന്നെ ഫിലാഡൽഫിയയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന മലയാളം വാർത്തയിലെ ചീഫ് എഡിറ്ററിന്റെ സുഹൃത്ത് എബ്രഹാം മാത്യുവിന്റെ കോട്ടയത്തുള്ള പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന ശ്രീ ജോയി ജോൺ ഈ വേദിയിലുണ്ട്. അമേരിക്കയിലെ ഫൊക്കാന എന്ന മലയാളി സംഘടന ദേശീയ പ്രദേശമായ ഫൊക്കാനയുടെ പ്രസിഡന്റ് ശ്രീ പോൾ കറിയപ്പള്ളി ഈ വേദിയിലുണ്ട്. പോളിനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷിക്കുന്ന ഒരു ദിവസമാണിത്. കാരണം ഫൊക്കാനയ്ക്കെതിരായി നൽകിയ അവസാനത്തെ കേസും ഇന്നലെ തള്ളിപ്പോയി. അങ്ങനെ ഇപ്പോൾ ഫൊക്കാനയ്ക്ക് എതിരായ ഒരു കേസും ഇല്ല എന്ന സന്തോഷം പോൾ വന്നവരുടെ തന്നെ അറിയിക്കുകയുണ്ടായി. അങ്ങനെ ഒരു സന്തോഷത്തിൽ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ശ്രീ പോൾ കറിയപ്പള്ളി ഇവിടെയുണ്ട്. ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയിലെ പുതിയ ജനറൽ സെക്രട്ടറി ശിവൻ മുഹമ്മദ് ഷിക്കാഗോയില് മാധ്യമരംഗത്ത് ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്ന എന്റെ എല്ലാ കോൺഫറൻസുകൾക്കും ശക്തമായ പിന്തുണ നൽകിയിരുന്ന വ്യക്തിയാണ് ശിവൻ മുഹമ്മദ് വേദിയിലുണ്ട്. അതുപോലെ തന്നെ ന്യൂയോർക്കിലെ മാധ്യമ ലോകത്തെ ഏറ്റവും സീനിയറായ ശ്രീ തോമസ് മുളക്കൽ ഈ വേദിയിലുണ്ട്. ഷിക്കാഗോയില് ജീവിക്കുകയും നീണ്ടൂര് വളരെ മനോഹരമായ ഒരു ഫാം ഹൗസ് കെട്ടിപ്പടുത്തുകൊണ്ട് ഇവിടെ ബിസിനസ് മേഖലയിലേക്ക് കാലൊന്നിരിക്കുന്ന ശ്രീ ജോയി ചെമ്മാച്ചൽ ഇവിടെയുണ്ട്. അമേരിക്കൻ മലയാളികൾക്ക് കവിതകളിലൂടെ സുപരിചിതനായ NDJ കലീശ്ശേരി മാഷ് ഇവിടെയുണ്ട്. ഇവരെ എല്ലാവരെയും ഞാൻ ഈ സമ്മേളനത്തിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്യാം. ഇന്നത്തെ ഈ സമ്മേളനത്തിന്റെ മോഡറേറ്റർ നിലയിൽ പ്രവർത്തിക്കുന്ന പ്രൊഫസർ ബാബു ഉള്ളൂർ സെന്റ് സ്റ്റീഫൻസ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ബാബുമായി കൂടിക്കൊണ്ടത് 1977 തുടങ്ങിയ ഒരു സൗഹൃദം അതാണ് ഞങ്ങൾ തമ്മിലുള്ളത്. ഇവിടുത്തെ എന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ജ്യേഷ്ഠ സഹോദരനെ പോലെ പ്രോത്സാഹിപ്പിക്കുന്ന ഈ സമ്മേളനത്തിന്റെ മോഡറേറ്ററായി പ്രവർത്തിക്കുന്ന പ്രൊഫസർ ബാബു കൂടിക്കൊണ്ടതിനെ ഞാൻ കൃത്യമായി സ്വാഗതം ചെയ്യുന്നു. ഈ സെമിനാറിന്റെ സമാപനത്തില് അമേരിക്കൻ മലയാളികളായ നിരവധി പേർ നൽകിയ സാമ്പത്തിക സഹായം അർഹരായ ചികിത്സയ്ക്ക് അർഹരായ നിരവധി വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നുണ്ട്. അതിന്റെ അവസാന ഭാഗത്തായിരിക്കും. ഷിക്കാഗോയിലെ സാംസ് എന്ന സംഘടനയും അവരുടേതായ സഹായങ്ങൾ ഞങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിരവധി അമേരിക്കൻ മലയാളി സുഹൃത്തുക്കളുടെ സാന്നിധ്യം ഞാൻ എന്റെ മുമ്പിൽ കാണുന്നു. അമേരിക്കയിൽ ഇവിടെ എത്തിയിട്ടുണ്ട് ശ്രീ ബിലി പലിക്കാട്ട്, ശ്രീ DS ചാക്കോ, തമ്പി ചാക്കോ, അതുപോലെ ജലസമ്മ പുത്തൻപറമ്പിൽ, MC ചാക്കോ മണ്ണാർക്കാടിൽ, തോമസ് പാറയത്ത്, PT ഊരാടിൽ, സാബു ഓർക്കാടിൽ, ശ്രീ ജോർജ് കുര്യൻ, തോമസ് മല്ലാൻ തുടങ്ങിയ നിരവധി അമേരിക്കൻ മലയാളികൾ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വളരെ സന്തോഷമാണ്. അതുപോലെ തന്നെ സിസ്റ്റർ ആനീസിന്റെയും പ്രൊഫസർ പൽസാഹുവിന്റെ നേതൃത്വത്തിൽ BCM കോളേജിലെ വിദ്യാർത്ഥികൾ ഈ സെമിനാറിൽ നേതാക്കന്മാരുടെ പ്രഭാഷണം കേൾക്കാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെയും ഞാൻ പ്രത്യേകമായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഈ സമ്മേളനം കവർ ചെയ്യാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്ന അച്ചടി ദൃശ്യ മാധ്യമ സുഹൃത്തുക്കൾക്കും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇവിടുത്തെ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന നിരവധി സുഹൃത്തുക്കള് ശ്രീ ജെലുബോസ് XMLA, പ്രൊഫസർ P. മാത്യു, മൽദീപ്രാൻ, ശ്രീ അങ്ങനെയുള്ള നിരവധി വ്യക്തികൾ ഇവിടെയുണ്ട്. എല്ലാവരുടെയും പേര് പറയാൻ കഴിയാത്തവരോട് ക്ഷമിക്കുക, സമയപരിധി കൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അങ്ങനെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും സ്നേഹത്തിന്റെ ഭാഷയില്, ഹൃദയത്തിന്റെ ഭാഷയില് ഞാൻ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ദിവസങ്ങളോളം സംസാരിക്കാൻ സമയം ആവശ്യപ്പെടുന്ന സമ്പന്നമായ പ്രസംഗകരാണ് നമ്മുടെ വേദിയിലുള്ളത്. പക്ഷെ നമുക്ക് സമയം കുറവാണ്. ജോസിന്റെ ജോലി ഭംഗിയായി നിർവഹിച്ചു കഴിഞ്ഞു. അധ്യക്ഷ പ്രസംഗമാണ് ഇനിയുള്ളത്. കേരള രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിലെ ഏറ്റവും ആദരണീയനായ ശ്രീ KM മാണി സാറിനെ അധ്യക്ഷ പ്രസംഗത്തിനായി ക്ഷണിക്കും. ഈ യോഗത്തിന്റെ മുഖ്യ അതിഥി ഉദ്ഘാടകൻ ബഹുമാന്യനായ കേരള വനം വകുപ്പ് മന്ത്രി ശ്രീ ബിനോയ് വിശ്വം, പ്രിയമുള്ള ജോസ് കണിയാലി, ഈ സ്റ്റേജിൽ ഉപവിഷ്ടരായിരിക്കുന്ന രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക നായകന്മാരിൽ എന്റെ മുമ്പിലുള്ള പ്രിയപ്പെട്ട
സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ കൂട്ടുകൈ. ഞാൻ ഓടി കതച്ചാണ് വന്നത്, അല്പം താമസിച്ചു പോയി. വളരെ ബുദ്ധിമുട്ടേറിയ ഒരു ദിവസമായിരുന്നു ഇന്ന്. എങ്കിലും കേരള എക്സ്പ്രസിന്റെ 18ാമത് വാർഷിക സമ്മേളനം ഇവിടെ വെച്ച് കൂടുമ്പോൾ അതിന്റെ ആഭിമുഖ്യത്തിൽ ഇവിടെ ഒരു സെമിനാർ സംഘടിപ്പിച്ചപ്പോൾ വന്നെത്തണം ആ നിർബന്ധം കൊണ്ട് ഞാൻ ഓടി വരികയായിരുന്നു. അല്പം താമസിച്ചു പോയി. വീണ്ടും ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. എനിക്ക് ഇവിടെ നിൽക്കുമ്പോൾ വളരെ സന്തോഷം തോന്നുകയാണ്. കണിയാനിയെ കാണുമ്പോൾ എന്തോ ഒരു ആത്മബന്ധം. കണിയാനിയുടെ സ്വാഗത പ്രസംഗം കേട്ടില്ലേ? ഇവിടെ ഇരിക്കുന്ന ആളുകളെ നിരീക്ഷിക്കട്ടെ. ഇത് മുഴുവൻ വ്യത്യസ്ത രാഷ്ട്രീയ കക്ഷികളിൽപ്പെടുന്ന ആളുകൾ, വ്യത്യസ്ത ചിന്താഗതിക്കാർ, വ്യത്യസ്ത ധാരകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, ഇവരെല്ലാം കണിയാനിയുടെ ആളുകളാണ്. കണിയാനി ഇവരുടെ എല്ലാം സ്നേഹിതനാണ്, ഇവരെല്ലാം കണിയാനിയുടെ സ്നേഹിതനാണ്. അപ്പോൾ ആ വ്യക്തിത്വം എത്ര മനോഹരമാണ് എന്ന് ഞാൻ ചോദിക്കുക. അപ്പോൾ എനിക്ക് അതിപ്പോൾ ഒന്നും പറയാനില്ല. വാസ്തവത്തിൽ പറഞ്ഞാൽ വിദേശത്ത് താമസിക്കുകയാണെങ്കിലും ഒരു വിദേശ മലയാളി മലയാളിയുടെ സാംസ്കാരിക തനിമ എങ്ങനെ നിലനിർത്തണം, എങ്ങനെ വളർത്തണം എന്ന് കാണിച്ചു തന്ന ഏറ്റവും വലിയൊരു പ്രതിഭയാണ്, കാണിച്ചു തരുന്ന പ്രതിഭയാണ് നമ്മുടെ കണിയാനി. നമ്മൾ ഓരോ സ്ഥലത്ത് ചെന്നാൽ ചില സ്ഥാപനങ്ങൾ കാണാതെ പോകാൻ നമുക്ക് ഒരു കുറവാണ്, ചില വ്യക്തികളെ കാണാതെ പോകാൻ ഒരു കുറവാണ്. ഷിക്കാഗോയിൽ ചെന്നാൽ കാണേണ്ട ഒരു സ്ഥാപനമാണ് കേരള എക്സ്പ്രസ്. ഷിക്കാഗോയിൽ ചെന്നാൽ കാണേണ്ട ഒരു വ്യക്തിയാണ് കണിയാനി. അത് കാണാതിരുന്നാൽ ഒരു പോരായ്മയാണ്. അപ്പോൾ കണിയാനിയുടെ വ്യക്തിത്വത്തെ സംബന്ധിച്ച് ഇതിൽ കൂടി ഞാൻ പറയേണ്ട കാര്യമില്ല. അമേരിക്കൻ മലയാളികൾ ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന, അമേരിക്കൻ മലയാളികളെ ഏറ്റവും കൂടുതൽ ആദരവ് പിടിച്ചു പറ്റിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് കണിയാനി എന്ന് വിശേഷിപ്പിക്കുവാൻ എനിക്ക് അത്യധികമായ സന്തോഷമുണ്ട്. അദ്ദേഹത്തിന്റെ ആതിഥേയത്വമൊക്കെ എനിക്ക് പങ്കിടുവാനും അത് ആസ്വദിക്കാനും ഒക്കെ എനിക്ക് കഴിയുകയുണ്ടായി. ഞാനാണ് പല പ്രാവശ്യം അമേരിക്കയിൽ പോയപ്പോഴും പല പ്രാവശ്യം ചിക്കാഗോയിൽ ചെല്ലുമ്പോഴൊക്കെ കണിയാനിയുടെ ആ സംഘടനാ ശേഷി, ആ വൈഭവം നേരിട്ട് മനസ്സിലാക്കുവാനും അനുഭവിക്കാനും കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ആ നിലയ്ക്ക് കണിയാനിയെ ഇവിടെ വെച്ച് കണ്ടതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. കണ്ടിട്ട് കുറെ നാളുകളായിരുന്നു. ഏതായാലും